ഹലോ ഗായ്സ്, അപ്പൊ ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 16-ാം തീയതി നമ്മളിപ്പോൾ കർണാടകയിലെ ഷിമോഗ ഡിസ്ട്രിക്റ്റിലുള്ള നരസിംഹപുറ എന്ന് പറഞ്ഞ ട്രെക്കാ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ബേസ് വില്ലേജ് എന്ന് പറഞ്ഞാൽ കിഗ്ഗ എന്ന് പറഞ്ഞ ഗ്രാമം കേട്ടോ. അപ്പൊ കിഗ്ഗയിൽ വരണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ അഗുംബെ വരണം, അഗുംബയിൽ നിന്ന് ശൃംഗേരി വരണം, ശൃംഗേരിയിൽ നിന്ന് 10 കിലോമീറ്റർ അപ്പുറത്താണ് കിഗ്ഗ വരും. അഗുംബെ വരണമെന്നില്ല, നമ്മളൊന്ന് പെട്ടുപോയി അഗുംബയിൽ. അഗുംബെന്നാണ് നമ്മൾ ആദ്യം ബുക്ക് ചെയ്തത് നമ്മുടെ ട്രക്ക്. പക്ഷേ അഗുംബെ എന്നുള്ളത് ഒക്ടോബറിൽ ഓപ്പൺ ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് രണ്ട് ഓപ്പണിംഗ് ആണ് കിഗ്ഗയിൽ വന്നു. ഒന്ന് മല്ലന്തൂർ ഓപ്പണിംഗും, അതാണ് ടഫ്. അത് 19 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇത് കിഗ്ഗ എന്നുള്ളത് അത് 1 സൈഡ് 7, അങ്ങനെ 14 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നമ്മുടെ ഗൈഡ് ചേട്ടൻ ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ഗൈഡ് ചേട്ടന്റെ പേരാണ് നാഗാനന്ദ. അണ്ണന് കന്നഡ മാത്രമേ അറിയത്തുള്ളൂ, നമുക്കാണെങ്കിൽ കന്നഡ അറിയത്തുമില്ല. പണ്ട് കുറച്ച് മറാത്തി അറിയാം, നമുക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ട്രെക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൂടെ വേറെ ഒരു 7 തമിഴ് ഫ്രണ്ട്സുകളുണ്ട്. അപ്പൊ നമുക്ക് പോകാം. ഇപ്പൊ നമ്മൾ 4 കിലോമീറ്റർ കവർ ചെയ്യുന്നതാണ് നമ്മുടെ ഗൈഡ് എണ്ണം പറയുന്നത്. നമ്മൾ 3 പേരുള്ളായിരുന്നു. നമ്മൾ രാവിലെ ശൃംഗേരിയിൽ നിന്ന് ഒരു വണ്ടി പിടിച്ച് കിഗ്ഗ ബസ്സിന് കയറി കിഗ്ഗ വന്നു. 1 കിലോമീറ്ററോ? ഇപ്പൊ പറയുന്നത് 1 കിലോമീറ്റർ ആയുള്ളൂ. ശരിക്കും എത്രയായി? 1 കിലോമീറ്റർ ഇപ്പൊ 1 കിലോമീറ്റർ ആയുള്ളതാണ് എണ്ണം പറയുന്നത്. 7 കിലോമീറ്റേഴ്സ്. അപ്പൊ ഇനി 6 കിലോമീറ്റേഴ്സ് ആക്കാനുണ്ട്. ഇപ്പൊ സമയം ഓൾറെഡി 10 മണി ആയിട്ടുണ്ട്. നമ്മൾ 3 പേരുള്ളായിരുന്നു. അതിനുശേഷം നമ്മൾ വന്നപ്പോ ഒരു 7 പേരെ കൂടെ കണ്ടു, തമിഴ്നാട്ടിൽ നിന്ന് വന്നേ. അപ്പൊ നമ്മൾ അവരുടെ കൂടെ കൂടി ഞങ്ങൾ 3 പേരെ 500 രൂപ മേടിച്ചു. ആദ്യം 1000 രൂപ ചോദിച്ചു, പിന്നെ പറഞ്ഞു നമ്മൾ 500 ആക്കി. അവരുടെ 1000 രൂപ മേടിച്ചു ഗൈഡ് ഫീ ആയിട്ട്. ഗൈഡ് ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചു ഇവിടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഗൈഡ് ഉണ്ടെങ്കിൽ കയറ്റി വിടുന്നു നോക്കി. ഇവിടെ ഒരു കുന്തമില്ല. നമ്മൾ ബുക്കൊക്കെ ചെയ്താൽ വന്നത്, ബുക്കിംഗ് നോക്കാനും ആരുമില്ല. ജസ്റ്റ് ഗൈഡ് ഞാൻ നമ്പർ കൊടുത്തു, ബുക്കിംഗ് നമ്പർ, അത്ര ചെയ്തേ ഉള്ളൂ. നമ്മുടെ മൂപ്പൻ വിഷ്ണു. ഇത് കുറെ തമിഴ്നാട് അവരുടെ കൂടെ കുറച്ച് പെൺകുട്ടികളുണ്ട്. ഇവര് കുറച്ച് സ്ലോ ആയിട്ടാ വരണേ. ആണോ? ഗുണയോ? വീടിനടുത്തുള്ള ട്രക്കാണ്. ഏതാന്ന് ചോദിച്ചപ്പോ പറയുക ശബരിമല പെരിയ ട്രക്ക്. ശബരിമലയോ? 42 കിലോമീറ്റർ. ശബരിമല കേരള അല്ലേ? നമ്മളും പോയിരിക്കും. പർവ്വതമല വിളിക്കുന്നു. പർവ്വതമല ഏത് സ്ഥലത്താ? വെല്ലൂർ, തിരുവണ്ണാമല. ഓ, തിരുവണ്ണാമല പർവ്വതമലയുണ്ട്. നമ്മള് ശബരിമല പോയിരിക്കും. നമ്മള് എരുമേലിയിൽ നിന്ന് ശബരിമല പോയിരിക്കും. അവർക്ക് അത് സെയിം. ആണോ? ലാസ്റ്റ് ഇയർ. ഇന്ത ഇയർ. അപ്പൊ ഒരു ഘോരനിബിഡമായ ഒരു വഴി കൂടെ ഇവിടെ നിറച്ച അട്ട. വിഷ്ണു ഒരു അട്ട പറക്കാണ്. വിഷ്ണുവിന്റെ ഷൂസിലൊക്കെ അട്ട കയറി തോന്നുന്നു. അട്ടയോടെ അട്ടയാണ്. എവിടെ നിന്നാലും ഒരു 10 അട്ടയുണ്ട് ഷൂസിൽ. പക്ഷെ എന്താ എനിക്ക് എന്റെ ഷൂസിനൊന്നും അട്ടയില്ല. എന്റെ നല്ല ഹൈ ക്വാളിറ്റി ഞാൻ ഫിൻലൻഡിൽ നിന്ന് ഇറക്കിയ ഷൂ വേണ്ടാന്ന് തോന്നുന്നു. ഫിൻലൻഡിൽ ഇറക്കിയ ഷൂ അതാണ്. അതിന്റെ സോളാണ് പൊളിഞ്ഞു പോയി 2 ദിവസം ഇട്ടപ്പോ. 2 ദിവസമല്ല, ഫെബ്രുവരി മേടിച്ചു, ഓഗസ്റ്റ് 5-6 മാസം കൊണ്ട് പൊളിഞ്ഞു. അതെ, വിവേക് കൊണ്ട് കുറെ പോയി കേട്ടോ. വിവേകിനെ മാത്രം അട്ട അടിക്കുന്നില്ല, ബാക്കി എല്ലാവരും ഇഷ്ടംപോലെ അട്ട അടിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ഡെറ്റോളൊക്കെ കാലം തേച്ചിട്ടുണ്ട്, എന്നിട്ടും അട്ട അടിക്കുന്നുണ്ട്. അല്ല, അട്ട കടിച്ചില്ല, അട്ട കയറുന്നുണ്ട് ഡ്രസ്സൊക്കെ കൂടെ. പക്ഷെ എല്ലാ അട്ടയും നമ്മൾ അന്നേരം എടുത്ത് കളയുന്നതുകൊണ്ട് ഭാഗ്യത്തിന് ഇതുവരെ കടിച്ചിട്ടില്ല. തേച്ചോ? ഇവിടെ നോക്കണോ? അത് സോക്സിനകത്തോട്ട് അട്ട കയറി പോകുന്നുണ്ടോ? ഈ അട്ട ഇപ്പൊ എടുത്ത് കളയണം, ഇല്ലെങ്കിൽ അത് കയറി സോക്സിനകത്ത് ചെല്ലും. എന്നാ പറ്റി? അട്ടപ്പൂച്ചി. അട്ട കടിച്ചിട്ട് ആളുകളൊക്കെ ഉണ്ടോ? ഇവിടെ എല്ലാം അട്ടയാ. അണ്ണം വിചാരിച്ച എമർജൻസി എന്ന് പറയുമ്പോൾ എന്തോ വലിയ പ്രശ്നമാണെന്ന്. അട്ട കടിച്ചാണോ ഇത്ര വലിയ പ്രശ്നമാണ് ഇപ്പൊ അണ്ണം ചോദിക്കുന്നത്. ഇങ്ങനെ അട്ട നമ്മൾ പറക്കി കളഞ്ഞോണ്ടിരിക്കണം. കാലയിലെല്ലാം അതുവഴി ഇതുവഴി എല്ലാം അട്ട കയറുന്നുണ്ട്. ഈ ഷൂസ് നോക്കിയാൽ വിത്തിലും കാണും 2 എണ്ണം. ഏതായാലും ഭാഗ്യത്തിന് ഈ ഷൂസിൽ അട്ട അതെ ഇത് കയറി പോകുന്നു. അട്ട കയറിയോ? അതെ, കയറി പോകുന്ന അട്ട. അപ്പൊ ഈ അട്ട നമ്മളിപ്പോ എടുത്ത് കളയണം, ഇല്ലെങ്കിൽ അത് ഇതുവഴിയിലൊക്കെ ചെല്ലും. അത് പോത്തൂല, തൊട്ടി പിടിച്ചിരിക്കും. അതതിന്റെ സക്കറുണ്ട്, അത് വെച്ചത് ഇതിനെ എടുത്തിട്ട് പോലും പോകുന്നില്ല. അപ്പൊ നമ്മള് 3 പേര് കൂടാതെ ഒരു 7 പേരുണ്ട്. തെരിയും. എനിക്ക് ആസി ഇருக்கு ഇപ്പോൾ. ഓക്കെ. ബ്രോ, I planned last time but didn't come. ഞാൻ ലാസ്റ്റ് ഒരു 4 years ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. റിസ്കി അപ്പടിയാ. നമ്മൾ ചെറിയൊരു ഹോൾട്ട് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളോട് ബാക്കി വന്ന ടീമിൽ ആർക്കോ അട്ട കടിച്ചിട്ട് അവര് ഹോൾട്ടായി. സൈഡ് നമുക്ക് വിഷ്ണുവും അട്ടയായിട്ട് മൽപ്പിടുത്തം നടത്തുന്ന കാണാം. ഇവിടെ ശ്രീരാജും ബാക്കി ടീം എല്ലാം അട്ട ആയിട്ട് മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗൈഡ് ആയിട്ടും ബാക്കിലോട്ട് പോയി. ഞാൻ എമർജൻസി എന്ന് പറഞ്ഞിട്ടെ പുള്ളി അങ്ങോട്ട് പോയി. അവിടെ എന്തോ സീൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഞാൻ ഇത്ര നേരം കൊണ്ടൊരു 8 അട്ട പാക്കിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ഓർമ്മ പോലും വന്നിട്ടില്ല. നമ്മള് ഉൾക്കാടും ചെറിയ നമുക്ക് വെളിച്ചം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പുറത്തൊരു കോടയൊക്കെ ഉള്ളൊരു മല പോലെ കാണാം. നമുക്കിനി കുറച്ച് മുമ്പോട്ട് പോയി നോക്കാം.
ഒരു മെമ്പറിനെ അട്ടപ്പൂച്ചി കടിച്ചു. അട്ടപ്പൂച്ചി, തമിഴിൽ അട്ടപ്പൂച്ചി എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ഹൊബ്ലിയോ എന്തായിരുന്നു? എബ്ലു. കന്നഡ പറയണാണ് എബ്ല. കന്നഡയിലെ എബ്ല എന്ന് പറയും. എബ്ല എന്നല്ല വേറെന്തോ പക്ഷെ നമുക്കിപ്പോ മനസ്സിലായത് ഇംബ്ല എന്ന് പറയുന്നത്. ഇംബ്ല. മുമ്പോട്ടാണ് യാത്ര ചെയ്യേണ്ടത്. നമ്മുടെ ഗൈഡ് ചേട്ടൻ ബാക്കിൽ പോയി. ബാക്കിൽ അത് പെമ്പിള്ളേർ കട്ട കടിച്ചെന്നുണ്ട്. നമ്മൾ 10 പേർക്കൂടാണ് നമുക്ക് ഒറ്റ ഗൈഡ് ഉള്ളത് കേട്ടോ. അപ്പം അതിന്റെ റേറ്റ് വരുന്നത് വെച്ചാൽ 10 പേർക്ക് 1000 വരുന്നത്. പക്ഷെ അവർ 7 പേരുടെ ഗ്യാങ്ങും നമ്മള് 3 പേരുടെ ഗ്യാങ്ങും അല്ലേ. അപ്പോ ഇവിടുത്തെ ഒരു മെയിൻ പുള്ളിയാണ് നവീൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അയാളാണ് ഇച്ചിരി മോഡയാണ്. അയാൾ പറയുന്നത് വെച്ചാൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവർക്ക് 7 പേർക്ക് 1000 രൂപ, നമ്മൾ 3 പേർക്ക് 1000 രൂപയെന്ന് പറഞ്ഞു. നമ്മൾ പറയുന്ന നടപടിയുള്ള കേസല്ല. നമ്മൾ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ 10 പേർക്ക് പെർ ഹെഡ് 100 വെച്ച് പോയാൽ പോരെ, സെറ്റ് അല്ലേ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നില്ല. അപ്പൊ പുള്ളി അവസാനം ചെയ്യുന്ന വെച്ചാൽ 1000 മേടിച്ചു. നമ്മൾ 500 രൂപയ്ക്ക് നമ്മളെ കൊണ്ടുപോയി. നമ്മൾ ഇച്ചിരി വള്ളി പിടിച്ചിട്ട് അവസാനം നമുക്ക് 500 രൂപയ്ക്ക് സെറ്റ് ചെയ്ത് തന്നു. അതായത് ഒരു പെർ ഹെഡ് 150, 160, 170 രൂപ റേഞ്ച് വരും. ഇതാണ് അട്ടപ്പൊടി, അട്ടക്കിടാൻ തന്ന പൊടി. നമ്മൾ അവിടുത്തെ കടയിൽ നിന്ന് മേടിച്ചിട്ട് 5 രൂപയായിട്ട് അതിന് റേറ്റ് വരുന്നത്. ശരിക്കും 7 രൂപയ്ക്ക് പുള്ളിക്കാരി വിറ്റ്. പക്ഷെ എന്റെ ഇതിനകത്ത് 5 രൂപ എഴുതിയിട്ടുണ്ട്. MRP 5 രൂപ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് നമ്മൾ ചെയ്തു. അപ്പൊ ഞാനിത് കയ്യിലെല്ലാം വീശി. നമുക്ക് ഇനിയും ശ്രീരാജ് വീശുന്ന കാണാം. ഇതാണ് അട്ടപ്പൊടി. പോയോ? പുറകിലാണോ? പുറകില. അപ്പൊ ഇതാണ് നമ്മുടെ മഞ്ഞൾപ്പൊടി പോലെയുണ്ട് തമിഴ് ഗ്യാങ്. യൂട്യൂബ്. ഹായ്, ഉങ്ക പേര്? ഭാരത് സ്മാരക്. അപ്പടിയാ, ഓക്കെ. അല്ല പോലാമോ? പാപ്പാ. അങ്ങനെ അട്ടപ്പൊടി എല്ലാം വീശി. കുറച്ചുണ്ട്. ഇതിപ്പോ ചള്ള ഏതാ അട്ടപ്പൊടിയാന്ന് അറിയത്തില്ല. മതി പോലാം. എത്ര ഉണ്ടോ ഇത്? ഇത് സ്മാരക കേട്ടോ. സ്മാരകന്റെ ദേഹത്ത് ഫുൾ അട്ട കേട്ടോ. കാലേ മൊത്തം അട്ട. അത് നമ്മള് ഫുള്ള് ക്ലീൻ ചെയ്തോണ്ടിരിക്കും. സ്മാരകമാക്കി. നമ്മുടെ 5 രൂപയുടെ അട്ടപ്പൊടി നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ. അട്ടപ്പൊടി രാസധാനിപ്പൊടി. പോലാമാ? ആണോ? നല്ല സ്മെല്ലാട്ടോ ഇതിന്. കൊള്ളൂല. ഒരു അളിഞ്ഞൊരു സ്മെല്ലാട്ടോ സാധനത്തിന്. ആണോ? ഇപ്പൊ മല മാറി ഫുൾ കോടയൊക്കെ കേട്ടോ. ഹോഗി നമുക്ക് കന്നഡയിൽ ഹോകാം. വേഗം ഹോകണമെന്നാണ് നമ്മുടെ ഗൈഡ് ഏട്ടൻ പറയുന്നത്. ഫുള്ള് കോടയാട്ടോ. സൈഡിലൊക്കെ ഉണ്ടോ? നല്ല രീതിയിൽ കോടയുണ്ട്. വെളിച്ചം വന്നിട്ടുണ്ടോ? വെട്ടം വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ വെളിച്ചമുണ്ട്. ഇതാണ് നമ്മുടെ ഗ്യാങ്. നമ്മുടെ കേസരി അണ്ണൻ ഗൈഡ് ബാബു. ശ്രീരാജി, ഈ ചെടി കണ്ടോ? പായലത്. അതാ നമ്മുടെ നാട്ടിലൊക്കെ ചെരവപ്പ എന്നൊരു സാധനം ഉണ്ടല്ലോ, അതുപോലെ ഉണ്ട് കണ്ടിട്ട്. ഇതിങ്ങനെ പായല് പോലെ മരത്തെ വളം നിൽക്കുക. നല്ല രസമുണ്ട്. എല്ലായിടത്തും കാണാം ഈ സാധനം. ഇവിടെ തെക്കിന് ഇവര് കന്നഡക്കാരനാ. മൈസൂരിൽ നിന്ന് വന്നവരാട്ടോ. ഇവര് 3 മൈസൂരുണ്ട്. ഒരാൾ മൈസൂർ, 2 പേര് ബാംഗ്ലൂർ. അപ്പൊ ഇവരെന്ന് വെച്ചാൽ ഇവർക്ക് ഗൈഡ് ഇല്ല. ഇവർ ചുമ്മാ കള്ളം പറയാണ്. ഗൈഡ് പുറകിലാണ്. ശിവര് ശരിക്കും ഗൈഡ് ഇല്ലാതെ വന്നേക്കുന്നത്. അങ്ങനത്തെ ഒരു സ്കീം വന്നു. ആക്ച്വലി നമുക്ക് ഇവിടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും ഇല്ല. ഗൈഡ് വഴി അറിയാൻ ഗൈഡിന്റെ ആവശ്യമില്ല. ആള് പോകാൻ ആളുണ്ടെങ്കിൽ അവരോടങ്ങ് പോയാൽ മതി. വഴി അറിയുന്നുണ്ടേ അല്ലേ? വലിയൊരു സ്കാം അവിടെ നടക്കുന്നത്. അതെ, നിങ്ങൾ അടുത്തോട്ട് നിങ്ങൾ എപ്പോഴും നരസിംഹപുറത്ത് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്കാമിൽ പെടാതിരിക്കും. സ്കാം ശരിക്കും നമ്മൾ ബുക്കിംഗ് ഒക്കെ ചെയ്താൽ വന്നെ 500 രൂപ പെർ ഹെഡ് കൊടുത്തിട്ട്. പക്ഷെ അതൊന്നും നോക്കാനുള്ള ആളൊന്നുമില്ല. പിന്നെ ബുക്കിംഗ് അടങ്ങനെ വരിക. വഴിയെല്ലാം ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ട് തന്നെ കിടപ്പുണ്ട്. പോകാനുള്ള വഴി നമ്മൾ ഗൈഡില്ലെങ്കിൽ നമുക്ക് ആക്ച്വലി പോകാൻ പറ്റും. ഇവിടെ ആരും ചോദിക്കാനും ഇല്ല ശരിക്കും. ഗൈഡ് ഉണ്ടോ, പൈസ അടച്ചോ, ഒരു കാര്യവും. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നടന്നു പോരുന്നാൽ മതി.